ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് വെല്ലിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 2ഉം പാർട്ട് 1 കണ്ടാൽ ഇത് നമ്മളിങ്ങനെ ഇവിടെ എത്തിയെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്യുന്നത് കാഞ്ചിരാട്ടാ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തത് ഇതേ ഒരു പാല് നമ്മൾ ഉണ്ടാക്കിയിട്ടാ. നമ്മൾ വെറുതെ ഉണ്ടാക്കിയ സമയം വേണ്ട. നമ്മുടെ കഴിഞ്ഞ പാർട്ടിയിൽ ഉണ്ടാക്കിയ പാലം ഇത് തന്നെ ഇതിൻ്റെ ഫോറസ്റ്റ് ഏരിയ ഒന്ന് കണ്ട. അയ്യോ, ഇതാണ് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ ആകെ ഉള്ളത് 45 മരങ്ങളാണ്. നമ്മളെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പില്ലേ, നമ്മളെ ഇതുപോലത്തെ ക്രീപ്പറൊന്നും നമ്മളെ പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഉറങ്ങിയ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ നമ്മൾ ഉറങ്ങിയ സ്ഥലത്താണ് നമ്മളവിടെ കേട്ടാ. അപ്പം നമുക്ക് പണിയായി പോയി. നമ്മുടെ വെപ്പൺസൊക്കെ ഇതൊക്കെ പോയില്ലേ. അപ്പം ഞാൻ മരങ്ങളൊക്കെ വീണ്ടും വെട്ടിയിട്ട് ഇതൊക്കെ പണിയുമ്പോഴേക്കും നമ്മുടെ ചുറ്റിയതൊക്കെ പോയി. എന്നിട്ട് ഞാൻ വീട് പണിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കൂടി മരം ബാക്കിയുണ്ടായിരുന്നു. അതും വെച്ചിട്ട് നമ്മൾ പാലം പണിഞ്ഞ് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാട്ടപ്പാ. ടേബിൾ ഇവിടെ എടുത്ത് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ പറഞ്ഞാൽ മതി. ചെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ പുറത്ത് ഉണ്ടാക്കേണ്ടതെന്ന് കേട്ടോ. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വാളും ചുറ്റിയാൽ മതി. വാളും ഒരെണ്ണം, വെപ്പൺ ഒരെണ്ണം, പിന്നെ നമ്മുടെ ഇവിടെ കുഡാക്സ് ഒരെണ്ണം. നമുക്ക് എത്ര സാധനങ്ങൾ മതിയിട്ടാ. നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ചെസ്റ്റിൽ എടുത്ത് വെച്ചേക്കാം. നമുക്ക് നേരെ പോയി മരം പെട്ടാ. നമുക്ക് അങ്ങോട്ടൊരു പാലുണ്ടാക്കാട്ടാ. പിന്നെ ഈ നമുക്ക് കാണാതിരുന്നാൽ മതി. എൻ്റെ പോനെ ഇപ്പോടെ അവനൊരു ഒന്നുമില്ലാത്ത നമുക്കും ആവശ്യമുള്ള മരം വെട്ടിട്ട് കാണാട്ടാ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മരമൊക്കെ വെട്ടി കഴിഞ്ഞിട്ടാ. നമ്മൾ 64 മരങ്ങളുണ്ട്. പിന്നെ നമുക്കിത് എത്ര കിട്ടിയെന്നോട്ടെ. നമുക്ക് 64 അത്രേ. 156 വുഡ് പ്ലാങ്ക്സ് കിട്ടിയില്ല നമുക്ക്. 256 രൂപ. അപ്പോൾ നമുക്ക് ഇനി മറ്റേ സ്റ്റോൺ പറക്കാൻ പോകണം. എവിടെ ഫുള്ളും ഇതാ മരങ്ങൾ ഇതൊക്കെ ഉണ്ടാ. അപ്പോൾ നമുക്ക് അതിനെ പശുക്കളിനെ കൊല്ലട്ടാ. ഇവനാണോ കൊന്നട്ടോ? വെറുതെ ഇരിക്കല്ലേ. കേട്ടോടാ. ഇവിടെ പൂവൊക്കെ ഉണ്ട്. നമുക്ക് പറിച്ചേക്കട്ടെ. നമ്മുടെ വീടിന് സ്റ്റോൺ പറക്കാൻ പോകണല്ലോ. സ്റ്റോണിന് മല എവിടെയെന്നാ? മല അതൊരു മലയല്ലേ എൻ്റെ പൊന്നെ? അത് കുറേ ദൂരമുള്ള. അപ്പം നമുക്ക് അവിടെ പോയിട്ട് സ്റ്റോൺ എടുക്കണം കേട്ടോ. സൂര്യൻ അവിടെ എത്തിയിട്ടാ. നമുക്ക് ഇത്രയും 64 മരം പൊളിക്കാനല്ലേ ഒരു ദിവസം വേണ്ടിയെന്ന് കേട്ടാ. അത് കട്ടാക്കി കളഞ്ഞതല്ല, അത് അടിക്കുന്നതിനെ വെച്ച്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാട്ടാ. നമ്മളപ്പോൾ ഈ മലയുടെ അടുത്ത് എത്തിയിട്ടാ. ഏതാണ് മല? ഇവിടെയൊക്കെ ടോർച്ച് ലൈറ്റ് ഉണ്ടാക്കാനുള്ള സാധനം എന്തെങ്കിലും നോക്കേട്ടാ. വേറെ കൂട്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ടാ. നമുക്കിത് പൊട്ടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മളെല്ലാം ചെത്തി വെച്ചിട്ടാ. നമുക്ക് ഇനി കിടന്നുറങ്ങാം. അങ്ങോട്ട് നമ്മളെ പറഞ്ഞിട്ട്
ഒരു ചുറ്റിക, പിന്നെ ഒരു പാട്, പിന്നെ നമുക്ക് പിന്നെ ഒരു മറ്റേ കേട്ടോ മറന്നു പോയി പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. അത്ര മതി കേട്ടോ. നമ്മുടെ ഫർണസ് ഓടിരുന്നോട്ടെ. വെള്ളം ചെയ്യാൻ വെച്ചിട്ട് താഴെ മരം 2 മതി. നമുക്ക് എന്നിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് നോട്ടാ ഈ ഫാനൊട്ട് ചൂടാക്കാം. വയലടിക്കട്ടെ പോട്ടെ. നമുക്ക് ഇതുപോലത്തെ കൃഷി ഉണ്ടാക്കിയാലോ. കൃഷി നമുക്കതിന് എന്താ വെള്ളം കോഴണ സാധനമില്ലല്ലോ. അതെങ്ങനെയോ ഉണ്ടാക്കണേ എന്നൊക്കെപ്പോൾ ഇവിടെ സെറ്റാക്കാം കേട്ടോ. അതിന് വേണ്ടത് ഈ മരം വേണം, പിന്നെ നമുക്ക് വെച്ചിട്ട് മരങ്ങൾ കേട്ടോ. പിന്നെ പന്നിക്കുട്ടനോ ചാവരം കൂട്ടി നമുക്ക് ചാവര നല്ലത്. പോട്ട നമുക്ക് മരം പോയി വെട്ടാം. നമ്മളിവിടെ എത്തി. നമുക്ക് മരം പൊട്ടിച്ചിട്ട് കാണാട്ടാ. എന്നിട്ടൊക്കെ മറ്റേ എന്തോട്ടാ നെല്ല് നടന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ മരം പൊട്ടിക്കണേ. നമുക്കത് 2 എണ്ണം കിട്ടിയുള്ളൂ. നമുക്ക് നേരെ പോട്ടാ. വേമ്പ് ഓടിപ്പോടെ വില്ലേജ് ക്രീപ്പർ മാമ കൊണ്ട് കൊല്ലിട്ടാ. നമ്മളവിടെ എത്തുന്നതിൻ്റെ രാത്രി വന്നേ ചൂടി വേറ്റി പോകാൻ പറ്റിയോ കുഴപ്പമില്ല. പൊട്ടി അടിച്ചിട്ട് തിരിച്ച് കല്യാണ്ട് വെച്ച് ഞാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് ഒരു ഫർണസും കൂടി ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ. മീറ്റ് ഇവിടെ ചെയ്തട്ടെ. മീറ്റ് ഇവിടെ ചെയ്തിട്ട് നമുക്ക് ചൂടൊക്കെ വെച്ച മീറ്റ് ഇവിടെ റെഡിയായി. നമുക്ക് തിന്നാട്ടത്. ഉണ്ടാകാണ്ട് പകൽ ലൈഫായി. ഞാൻ കൊടുക്കും ഫുൾ ലൈഫാ കേട്ടോ. അയ്യോ ഒന്നും അത് ചീത്ത കുഴപ്പമില്ല. നമ്മുടെ ലൈഫ് തീരെ എടുക്കണേക്കാൾ മുമ്പ് നമുക്ക് കൃഷി ചെയ്യാനുള്ള പ്ലാൻ ചെയ്യട്ടോ. ഇതൊക്കെ എവിടെ ചെയ്യണ്ടേ? എവിടെ ചെയ്യണ്ടേ ഗൈസ്? ഇവിടെ ഗൈസ് അപ്പം നമുക്ക് ഇവിടെ പണിയാട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പൊട്ടിച്ച് നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. അതാണ് കുട്ടി നമുക്ക് വെച്ച് അപ്പം ഞാൻ എൻ്റെ ഇത് ഉണ്ടാക്കുക എനിക്ക് കാണിച്ചു തരാം. എനിക്ക് നമുക്ക് ബക്കറ്റ് കിട്ടിയിട്ടതേ ഇതാണ് ബക്കറ്റ്. നമ്മുടെ വില്ലേജറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്ട. വില്ലേജിൽ വന്നിട്ട് നമുക്ക് ഇച്ചിരി ഉപകാരപ്പെടും. അതുകൊണ്ടാണ് വന്നേ. നമുക്ക് ഫ്രീ ആയിട്ട് ബക്കറ്റ് കിട്ടി. എന്താണ് ചെയ്യാണ്ട് എന്താണ് ഞാൻ ഇവിടെ നിൽക്കണേ. നമുക്ക് വെള്ളം കൊടുക്കാം. വെള്ളം എടുക്കുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി ഒഴിക്കാം. വെള്ളം ഒഴിക്കും. അവിടെ വെള്ളം ഒഴിച്ച് നമുക്കവിടെ ഇട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് നമുക്ക് നടക്കുമ്പോഴും വെള്ളം ഒഴിക്കണം. നമുക്ക് എത്ര പ്രാവശ്യം വെള്ളം നടുക്ക് വെച്ച് ശരിയാക്കാം. നമുക്ക് വിത്തിടാം. ഇതിനേക്കാളും മുമ്പ് നമുക്ക് ഒരു നമ്പർ ക്രാഫ്റ്റിങ് ചെയ്യണം. നമുക്ക് ഈ സാധനം ക്രാഫ്റ്റ് ചെയ്യണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ എത്തണം കൃഷിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ട അപ്പോൾ നമുക്ക് വിത്തിടാം. വിത്തോടെ നമ്മൾ ഇടാട്ടാ. ഇട്ട് ചേർന്നല്ല മറ്റേ വില്ലേജറിൻ്റെ സ്ഥലത്തേക്കാട്ടെ.
ഇല്ല, അമ്മയത് നോൺ സ്റ്റോപ്പായിട്ട് കുറേ ഉണ്ടാവും. പത്തെണ്ണം കിട്ടി. താങ്ക് യു വില്ലേജർ. ഇട്ട് അപ്പുറത്ത് വെച്ച് ശരി കട്ടെ ഇവിടെ പോവും. നമുക്ക് എടുക്കാണ്ട് നമുക്ക് വെറുതെ തന്നെ നമ്മുടെ സംഭവം കഴിഞ്ഞോട്ടെ. ഞാൻ തന്നെ വളർന്നോളൂ. അപ്പോൾ എൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചല്ലോ. ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വീട്ടിൽ ഇങ്ങനെ അരവണ്ണം ഉണ്ടാക്കിയേക്കാം. വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 3 അറ്റൻഡേട്ടാ 3 ഉണ്ടെങ്കിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കട്ടാ. ബ്രെഡപ്പം ഉണ്ടാക്കട്ടാ ഒന്നല്ലേ കുഴപ്പമില്ല. നമ്മൾ തിന്നോക്കട്ടെ. തിന്നോക്കണ്ട, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയേക്കാം. 4 ക്യാരറ്റും കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചോ, ഇത് വെച്ചോ, ഇത് വെച്ചോ, നമ്മളൊക്കെ ഒക്കെ വെച്ചേട്ടാ. അപ്പോൾ നമുക്ക് മരവും ഇതൊക്കെ ഉണ്ട്. നമുക്ക് അത് വീട്ടിൽ നിന്ന് ഉണ്ടാകട്ടാ. സോ ഗൈസ്, അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് ഇനി വീഡിയോ ഇടാൻ തോന്നിപ്പിക്കരുത്. അപ്പോൾ ലൈക്ക് എന്നാലും എനിക്കൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ മരം കിടക്കണ്ടേ? നമുക്ക് ഇവിടെ വെക്കാട്ടാ. ഇവിടെ വെക്കാം. അപ്പം മരം വെറുതെ വരുമ്പോൾ നമുക്ക് മരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കട്ടെ. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കാം. അപ്പോഴാ മരം ഒന്ന് വലുതായി തന്നെ. അപ്പം നമുക്ക് ഇത് നോക്കാൻ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എത്ര 47 സ്റ്റോൺ എടുക്കണേട്ടാ. നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചല്ലേ, നമുക്കൊരു അണ്ടർഗ്രൗണ്ട് പണിയണം കേട്ടോ. അണ്ടർഗ്രൗണ്ടിനെ പണിഞ്ഞിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ കൂടെ വേറെ ഇങ്ങനെ കുഴിച്ച് നമുക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകണം കേട്ടോ. എനിക്ക് മനസ്സിലായി, ഞാൻ കാണിച്ചു കേട്ടാ. നമ്മളിതിങ്ങനെ കുഴിച്ച് പോകുന്നത്. കുഴിച്ച് പോയിട്ട് ഏറ്റവും ഇടയിലൂടെ എത്തിയിട്ട് നേരെ നമ്മൾ അങ്ങോട്ടും പോകുന്നത്. ഇപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടും നമുക്ക് കുറേ ദൂരം ഇങ്ങനെ നടക്കണ്ട. കുറേ ദൂരം നടക്കില്ല കേട്ടാ. നമ്മൾ കുറേ ഇങ്ങനെ ദൂരെ പോയാൽ നമുക്ക് വഴി മാറിപ്പോവില്ലേ, വഴി തെറ്റിപ്പോവില്ലേ. അതിന് വേണ്ടിയായിട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ട് പണിയണേ. അപ്പോൾ നമുക്ക് സ്റ്റോൺസൊക്കെ നമുക്ക് വീണ്ടും താഴെ ഉണ്ടാക്കാനാട്ടാ. നമുക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഇരിക്കാം. സ്റ്റോൺ ഉണ്ടെങ്കിൽ കാണാൻ ഉണ്ടാവുക. എന്താപ്പോൾ ഇത്രയും വേണം. സ്റ്റോണൊക്കെ ഉടച്ച് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടാ. നമുക്ക് ഇവിടെ മുകളിലോട്ട് ഇങ്ങനെ ഒരെണ്ണം പണിയണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചിട്ടാ. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കി പിന്നെ ഇവിടെ കുത്തിപ്പ നമുക്ക് ഇവിടെ കുത്താട്ടാ. നേരെ അട്ടിപ്പോയിട്ട് അവരുടെ പീസ് ഉണ്ടാക്കാം. അയ്യോ, അതിനൊക്കെ തീരെ വരും. ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര വീഡിയോ നോട്ടെ 18 മതി. നീ താഴത്തോട്ട് പോട്ടെ. മഴവെയിൽ ഒടുങ്ങി. ഇവിടെ നല്ല മഴവില്ല. വാർത്തയിലൊക്കെ കേൾക്കല്ലോ. നമുക്ക് മുകളിൽ കയറി ടോർച്ച് ലൈറ്റ് എടുക്കുന്നുണ്ടോ കേട്ടോ. അല്ലെങ്കിൽ ഫൈൻ കിട്ടും. ടോർച്ച് ലൈറ്റ് ഇതേ കണ്ടോ. വണ്ടികളൊക്കെ പോയിട്ടുണ്ടോ? സോംബി ഉണ്ടാവും. നമുക്ക് ഇനി താഴത്തോട്ടോ. നമ്മളിവിടെ ഉണ്ടാക്കിപ്പോ പണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു കേട്ടാ. നമ്മുടെ ബേസ് ഇങ്ങനെ പണിഞ്ഞ് കഴിഞ്ഞിട്ടാ നമ്മൾ നേരെ ഇങ്ങോട്ടായിട്ട് നമ്മൾ പോണേ. അപ്പം നമ്മൾ പണിഞ്ഞ് ചെയ്യണ്ട. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങോട്ടാണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ കേട്ടോളേ. ഇങ്ങോട്ടും ഇവിടെയാണ് നമ്മുടെ തടാകം
ഇവിടെയാണ് നമ്മുടെ മലകൾ. ഇവിടെ എന്താ പറയുക, മെയിൻ സ്ഥലങ്ങൾ 3 സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു ചേട്ടാ. നമ്മൾ മുകളിൽ കയറിപ്പോ നമ്മുടെ കൊടുത്തി മഴ കയറിട്ടില്ലേ, നമ്മുടെ മഴ കയറിട്ട് നമുക്കൊരു ഡോർ ഉണ്ടാക്കി കേട്ടോ. ഡോർ ഇട്ടിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഡോർ കിട്ടി, നമുക്ക് ഇനി ഡോർ അവിടെ കൊണ്ടുപോയി കേട്ടോ. 3 എണ്ണം വേണ്ട, ഒരെണ്ണൊക്കെ മതി. ഇവിടെ വെച്ചിട്ടാ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരന് അയച്ചെടുക്കാനും മറക്കരുത്, അവരും കാണട്ടെ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ കൂടെ സമയം ഇന്ന് നമ്മൾ ചെയ്തത്, നമ്മൾ ഇച്ചിരി മരം വെട്ടി, പിന്നെ നമ്മൾ എന്തൊട്ടാ മറന്നു പോയില്ല, നമ്മൾ കൃഷി ചെയ്ത്, പിന്നെ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കി. എന്നാൽ നമ്മൾ എന്താ ചെയ്തേ, നമുക്ക് അടുത്ത ചെയ്യാനുള്ളത്, നെക്സ്റ്റ് പാർട്ടി ചെയ്യാനുള്ളത്, നമ്മുടെ അണ്ടർഗ്രൗണ്ടിൻ്റെ അടിയിൽ പോയിട്ട് കുഴിച്ചിട്ട് നമുക്കിതേ അങ്ങോട്ട് പോകണം, ആ ഫോറസ്റ്റ് ഏരിയയിലോട്ട്. ഇതേ കണ്ട അങ്ങോട്ട് പോകണം നമുക്ക്. അപ്പം നമുക്ക് അടുത്ത പാർട്ടി കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.